ഹായ് സുഹൃത്തുക്കളെ, ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടു. പക്ഷേ അറിഞ്ഞുകൊണ്ടിട്ട് തന്നെയാണ് എത്ര പേര് എൻ്റെ ഈ ചാനലിൽ ലൈക്ക് അടിക്കുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാനൊരു കോമഡി ഇട്ടതാണ്. ഇന്ന് ഞാൻ ഇടുന്നത് നിങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി ഇടുന്നത് ഈ പൈനാപ്പിൾ. ഇതാണ് പൈനാപ്പിൾ. എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ വിഷമാണ്. ഈയിടെ ഒരു വീഡിയോ ഇറങ്ങി, പൈനാപ്പിൾ ഭയങ്കര വിഷമാണ്, ഈ പൈനാപ്പിളിൻ്റെ കൂടി സിറിഞ്ച് ചെയ്ത് കയറ്റിയ പടമൊക്കെ ഇട്ട് ഏതോ ഒരു പാർട്ടി നിലമ്പൂരിൽ നിന്ന് അങ്ങനെ ഇട്ടായിരുന്നു. പക്ഷെ ആ പുള്ളിക്കൊന്നും ഈ കർഷകന്റെ കഷ്ടപ്പാടൊന്നും അറിയത്തില്ല. പൈനാപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമില്ലാത്ത ഒരു ഫ്രൂട്ട്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് പൈനാപ്പിൾ മാത്രമാണ്. ഒന്ന്. രണ്ടാമത്, പുഴു കയറാത്ത ഒരു ഫ്രൂട്ട്സ് പൈനാപ്പിൾ മാത്രമാണ്. ഇതിന് യാതൊരു വിഷാംശവും ചേർക്കുന്നില്ല. പിന്നെ ഇതിന് കളനാശിനി അടിക്കും തോട്ടത്തിൽ, അല്ലാതെ വളങ്ങളിടും. അല്ലാതെ ഇതിന് വിഷങ്ങൾ ഇടേണ്ട ആവശ്യം പൈനാപ്പിളിനില്ല. കാരണം നാച്ചുറാലിറ്റിയാണ്. പൈനാപ്പിളിന് വിഷം ഒരിക്കലും പൈനാപ്പിൾ സ്വീകരിക്കില്ല. വിഷത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഇത് ഫുള്ളും, ഇതിൽ 90% വെള്ളമാണ്. ഇത് ക്യാൻസർ എന്ന് പറയുന്ന ഏറ്റവും നല്ല സാധനമാണ് പൈനാപ്പിൾ. പല ഡോക്ടേഴ്സും കണ്ടുപിടിച്ചിട്ടുണ്ട്. ചൂടുവെള്ളത്തിൽ പൈനാപ്പിൾ ജ്യൂസ് അടിച്ച് കുടിച്ചാൽ ക്യാൻസറിന് നല്ലതെന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം നിങ്ങളെല്ലാവരും ഈ പൈനാപ്പിൾ ഉണ്ടാക്കുന്ന ആളെക്കുറിച്ചും ഈ പൈനാപ്പിൾ എങ്ങനെ വരുന്നതിനെക്കുറിച്ചും പഠിക്കുക. അല്ലാതെ വിഷം വിഷം എന്ന് പറഞ്ഞ് പൈനാപ്പിൾ തോട്ടത്തിൽ വിഷം അടിക്കുന്നു, പൈനാപ്പിൾ അങ്ങനെയാണ് ഇങ്ങനെയൊന്നും പറയരുത്. പൈനാപ്പിൾ ഒരു ആത്മാർത്ഥ ഫ്രൂട്ട്സാണ്, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സാണ്. ഇതിൻ്റെ ബാക്കി വീഡിയോ നാളെ പറയാം. ഈ പൈനാപ്പിൾ കൃഷിക്കാരെ കുറിച്ച് പഠിക്കണം നിങ്ങൾ. എനിക്കറിയാവുന്ന കാരണം പറയുന്നതാണ്. ഈ പൈനാപ്പിൾ കൃഷിക്കാരെ കുറിച്ച് നാളെ ഒന്ന് ഞാൻ പറഞ്ഞു തരാം. ഇനി ഒരു 3 ആഴ്ച അടുപ്പിച്ച് പൈനാപ്പിളെ കുറിച്ചായിരിക്കും. ഓക്കേ.